ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇല്ലെങ്കിൽ നാഷണൽ ഹൈവേ ഇല്ല എന്ന് പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഇല്ലല്ലോ, ആ ഗവൺമെന്റ് ഉണ്ടായിട്ടില്ലല്ലോ. അവർ മടക്കി അയച്ചതല്ലേ 66 kV. ഇനി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ നാഷണൽ ഹൈവേനെ ഒഴിവാക്കി പോയതല്ലേ. പിന്നെ എങ്ങനെ എല്ലാ ഗവൺമെന്റും വരിക? എല്ലാ ഗവൺമെന്റ് എങ്ങനെയാണ് വരിക? വെറുതെ വീണെടുക്കുന്ന ഉരുളണ്ടാട്ടാ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യത്തോടുകൂടിയ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ 66 ഇന്നത്തെ അവസ്ഥയില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചത്. നിങ്ങൾ ഈ ചോദ്യം പിന്നീട് ചോദിക്കുന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് നിങ്ങൾക്ക് പഴുതൊന്നും കിട്ടാതിരിക്കുമ്പോഴും വെറുതെ വേണ്ടാത്ത ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. ഓ, അത് അത്ഭുതമായിട്ട് അവതരിപ്പിച്ചതാ. അല്ല, രാജ്ഭവനിൽ ഉള്ളത് ആരാ? ആരാന്ന് അത് പറ. അന്ന് പറയാൻ തന്നെ വിളിക്കുന്നു. പിന്നെ അതെ, ഗവർണറാണ്. അതിപ്പോൾ ഇപ്പം BJP-കാരൻ പറഞ്ഞു കേട്ടില്ല, അയാൾ ശാസ്ത്രജ്ഞനാണെന്ന്, ലോകശാസ്ത്രജ്ഞനാണ് വന്നത്. അതാ കാര്യം. വർഗീയവൽക്കരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അജണ്ട അതാണ്. ആ അജണ്ടയുടെ ഭാഗമായിട്ട് രാഷ്ട്രപതി ഭവനും ഈ ഇന്ത്യയുടെ വിവിധ മേഖലകളും എല്ലാം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാനാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിമർശനം എല്ലാ കാലത്തും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാജ്ഭവൻ്റെ അകത്ത് ഇന്നയാൾ വന്നു പോയി എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അവിടെയുള്ള ആളെന്നെ എല്ലാവർക്കും അറിയുന്നു പോലെയുള്ള വ്യക്തമായ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണുള്ളത്. ഗവർണർ മാറിയതുകൊണ്ടോ? അല്ല, ഗവർണർ മാറി, ഇന്നയാൾ മാറി. അത് ആ മാറ്റം തന്നെ. എന്ത് വിയോജിപ്പ് അറിയിക്കേണ്ടത്? അവിടെ ഒരാൾ വന്നിരിക്കുന്നു, പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അകത്ത് ഇന്നയാൾ വന്നു, ഇന്നയാൾ പോകാൻ പാടില്ല എന്ന് രാജ്ഭവനിൽ നിശ്ചയമുണ്ടോ? ഒരു രാജ്ഭവൻ്റെ പരിപാടിയില്ലേ? രാജ്ഭവൻ്റെ പരിപാടിയില്ലേ? ആ രാജ്ഭവൻ്റെ പരിപാടിയിൽ RS-കാർ തന്നെയാണല്ലോ എല്ലാ പരിപാടിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ആദ്യം നിന്ന് വ്യത്യസ്തമായ പരിപാടി അവിടെ പങ്കെടുത്തത്? ഏത് സോഴ്സിസ്റ്റുകാരനെ പങ്കെടുത്തുകൊണ്ടാണ് രാജ്ഭവനിൽ ഈ കഴിഞ്ഞ 9 കൊല്ലക്കാലം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സന്ദർഭത്തിൽ അവിടെ പരിപാടി സംഘടിപ്പിച്ചത്? ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കി പറഞ്ഞാൽ മതി. ഏതെങ്കിലും ആര് ഒന്നാമത് അവിടെ ഇരിക്കുന്ന ആൾ തന്നെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ആൾ, കൃത്യമായ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയുള്ള അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ശരിയായിട്ട് തർക്കമുണ്ടാവാം, ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ആ തർക്കമില്ലാതെ ഇത് തന്നെയാണ്. അല്ലാണ്ട് സോഷ്യലിസ്റ്റുകാരനെ കമ്മ്യൂണിസ്റ്റുകാരനെയൊന്നും രാജ്ഭവൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഒരു പ്രഭാഷണത്തിന് ഇതേവരെ ഈ കുറേ കാലമായിട്ട് ആരെയും ശ്രമിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ വരുന്നവർ ആ രീതിയിൽ തന്നെയാണ് പരിപാടികൾ. അത് ഗവർണറെ ഉപയോഗപ്പെടുത്തിയിട്ട് വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമായി കൃത്യമായിട്ട് കഴിഞ്ഞ ഗവർണറെ ചെയ്തിട്ടുള്ളത് കാവ്യവൽക്കരണമാണ്. ആ കാവ്യവൽക്കരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു കേന്ദ്രം തന്നെയായിട്ടാണ് പ്രവർത്തിച്ചത്. അത് നമുക്ക് തർക്കമുണ്ടായിരുന്ന കാര്യത്തിൽ ശക്തിയായിട്ട് എതിർത്തിട്ടുണ്ടല്ലോ. നിങ്ങളല്ലേ എതിർക്കാതിരുന്നത്? എതിർക്കാതിരുന്നവരാരാണ്? നിങ്ങളല്ലേ എതിർക്കാതിരുന്നത്? ഞങ്ങളൊക്കെ അന്നേരം ശക്തിയായിട്ട് എതിർത്തിട്ടുണ്ട്, ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് എതിർക്കാത്തവർക്ക് ഇപ്പോൾ എതിർക്കാൻ ചില വ്യഗ്രതയുണ്ട്. വന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല. അതിന് ഞാൻ എതിരല്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വർഗപരമായ വ്യത്യാസമൊന്നുമില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ തുളുമ്പി പോകുന്നതാണ്. കാരണം അദ്ദേഹം ഒരു വഴിക്ക് വെച്ച് RSSും BJP ഒക്കെ ആയതാണ്. അങ്ങനെയല്ല എല്ലാവരും. തുളുമ്പൊന്നുമില്ല. മനസ്സിലായില്ലേ? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.